21 വർഷം ഈജിപ്റ്റ് ഭരിച്ചിരുന്ന അവസാനത്തെ ഫറോക്ക് രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര. അതീവ ബുദ്ധിശാലിയും അനേകം ഭാഷകളുടെ പണ്ഡിതയുമൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരു കുലത്തിൽ ജനിച്ചു വീണതുകൊണ്ട് മാത്രം രാജ്ഞിയായിരിക്കാൻ കഴിയില്ല എന്നറിയാവുന്ന ക്ലിയോപാട്രയുടെ ജീവിതകഥ നിറയെ രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രണയവും വഞ്ചനയും നിറഞ്ഞ കഥയായിരുന്നു. 18-ാമത്തെ വയസ്സിൽ രാജ്ഞിയായ ക്ലിയോപാട്ര ഉടനെ തന്നെ സ്വന്തം കുടുംബാംഗങ്ങളുടെ ചതിയിൽപ്പെട്ട് അലക്സാൻഡ്രിയ എന്ന ക്ലിയോപാട്രയുടെ രാജ്യത്തിൽ നിന്നും തുരത്തപ്പെട്ടു. എന്നാൽ അവിടെ വെച്ച് പരാജയത്തിന് കീഴടങ്ങാതെ ഒതുങ്ങിക്കൂടാതെ റോമ ചക്രവർത്തിയായ ജൂലിയസ് സീസറുമായി ഒരു പൊളിറ്റിക്കൽ അലയൻസിൽ കടക്കുന്നു. അങ്ങനെ ജൂലിയസ് സീസറുമായി ഒരുമിച്ച് തിരിച്ച് ഈജിപ്തിന്റെ ഭരണം നേടിയെടുക്കുന്നു. പിന്നീട് ജൂലിയസ് സീസറുമായി പ്രണയത്തിലാവുകയും ജൂലിയസിന്റെ കുട്ടികളുടെ അമ്മയുമൊക്കെയായി റോം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ജൂലിയസ് സീസറിന് ചതിയിലൂടെ സ്വന്തം രാജ്യം നഷ്ടപ്പെടുന്നത്. ജൂലിയസ് സീസർ മരിക്കുന്നതോടുകൂടി ക്ലിയോപാട്രയുടെ റോമ കവചം നഷ്ടപ്പെട്ട് അലക്സാൻഡറിയയിലേക്ക് ക്ലിയോപാട്ര വീണ്ടും വരികയാണ്. പക്ഷേ അവിടെ ഒതുങ്ങിക്കൂടാൻ ക്ലിയോപാട്ര തയ്യാറായില്ല. ജൂലിയസ് സീസറിന്റെ പൂർവ്വ വിശ്വസ്തനായ മാർക്ക് ആന്റണിയുമായി മറ്റൊരു സക്സസ്ഫുൾ പൊളിറ്റിക്കൽ അലയൻസിലൂടെ മിഡിൽ ഈസ്റ്റും റോമും ഈജിപ്തും എല്ലാം ക്ലിയോപാട്ര ഭരിച്ചു. മാർക്ക് ആന്റണിക്ക് ക്ലിയോപാട്രയുമായുള്ള ആ ഒരു പൊളിറ്റിക്കൽ അലയൻസ് വികസിച്ച് അതൊരു പ്രണയമായി മാറി. ക്ലിയോപാട്രയുടെ മക്കൾക്ക് രാജാവകാശം നൽകുകയും ചെയ്തു. ഒടുവിൽ ജൂലിയസ് സീസറിന്റെ പിൻഗാമിയായ ഓഗസ്റ്റസ് സീസർ മാർക്ക് ആന്റണിയെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ അവർ തമ്മിൽ റോമിൽ നിന്ന് തിരിച്ച് അലക്സാൻഡറിയയിലേക്ക് വരികയും ചെയ്തു. അലക്സാൻഡ്രിയയിൽ റോമ പടയാളികളുമായി ചുറ്റപ്പെട്ടപ്പോൾ മാർക്ക് ആന്റണി വിചാരിച്ചു ക്ലിയോപാട്ര മരിച്ചെന്ന്. അങ്ങനെ മാർക്ക് ആന്റണി സ്വന്തം ജീവനെടുത്തു. മാർക്ക് ആന്റണി മരിച്ചെന്ന് അറിഞ്ഞതോടുകൂടി റോമാക്കാരുടെ അടിമയായി ഇരിക്കാൻ തയ്യാറല്ല എന്ന് ശബ്ദമെടുത്ത് ക്ലിയോപാട്ര സ്വന്തം ജീവൻ എടുക്കുകയായിരുന്നു. സർപ്പദർശനമേറ്റോ എന്തോ വലിയ വിഷക്കൂട്ടുകെട്ട് എടുത്തുകൊണ്ടോ ആണ് ക്ലിയോപാട്ര സ്വന്തം ജീവൻ പരിത്യജിച്ചത്. ക്ലിയോപാട്രയുടെ സാമ്രാജ്യമായ അലക്സാൻഡ്രിയ മെഡിറ്ററേനിയൻ സീയുടെയും നൈലിന്റെയും എല്ലാം നടുവിലുള്ള ഒരു വലിയ സ്ട്രാറ്റജിക് ലൊക്കേഷനിലായിരുന്നു. അതിന്റെ ഒരു അവശേഷിപ്പും ഇന്ന് ബാക്കിയില്ല. കാരണം ഭൂമികുലുക്കവും സുനാമിയും എല്ലാം വന്നു. എന്നാലും ഫറോവ രാജ്യത്തിന്റെ പിരമിഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെ ക്ലിയോപാട്രയെ ഓർക്കാൻ അത് ഒരു കാരണമാവുന്നു.